ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. സൺഡേ എന്ന് പറയുമ്പം അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമുള്ള ദിവസമല്ല. എന്തായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പള്ളിയിൽ പോവും. പള്ളി രാവിലെ ഒരു 7 മണി തൊട്ട് 12 മണി വരെ, 7:30, 8 മണി, 8:30, 9 മണി, 10 മണി, 11:30, 12 ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇവിടെ അടുത്തൊരു 4-5 പള്ളിയെങ്കിലും കാത്തലിക് ചർച്ച് എൻ്റെ വീടിനടുത്തായിട്ടുണ്ട്. അപ്പം പല പല സമയത്തായിട്ട് ഇങ്ങനെ കുർബാനയുണ്ട്. അപ്പം രാവിലെ എഴുന്നേൽക്കുന്ന സമയം അനുസരിച്ച് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഇന്ന പള്ളിയിൽ ഇന്ന കൃത്യസമയം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ 8:30 കുർബാനയ്ക്കാണ് പോകാൻ പോകുന്നത്. പെട്ടെന്നാണ് എനിക്കൊരു ഐഡിയ വന്നു ഇന്നൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സോ കം ആൻഡ് ജോയിൻ വിത്ത് മീ ഇൻ മൈ സൺഡേ വ്ളോഗ്. നമ്മൾ ഇന്ന് പോകുന്നത് റോസ ലിമ കാത്തലിക് ചർച്ച്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ഡ്രൈവ്? ഒരു 5 minutes ഡ്രൈവ്. ഞായറാഴ്ച മാത്രമല്ല കേട്ടോ, ശനിയാഴ്ചയും പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ പള്ളി വരാറുണ്ട്. ശനിയാഴ്ച ആണെങ്കിൽ ഈ പള്ളിയിലാണ് 7:30-ക്കാണ് കുർബാനയുള്ളത്. അപ്പം നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസമൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ പള്ളി വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയത് കേട്ടോ. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഒരു കോഫി കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കുച്ചുമായിട്ട് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, സൺഡേസും സാറ്റർഡേസും ഒക്കെ മാക്സിമം ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. കാരണം ഇപ്പോൾ സമ്മർ സമയത്താണല്ലോ നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാനൊക്കെ പറ്റുന്നത്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ സീൻ മാറിയിട്ടുണ്ട്, കുച്ചു മാറി, ബിബിൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഓഡിയൻസ് മാറി, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ബിബിൻ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാനും ബിബിനും കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ പതുക്കെ ജോലി സ്ഥലത്തോട്ട് ഇറങ്ങാം, കളത്തിലോട്ട് ഇറങ്ങാം എന്നുള്ള തീരുമാനമായി. ഞാൻ വെജിറ്റബിൾ ഗാർഡനിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു വെജിറ്റബിൾ ഗാർഡൻ തുടങ്ങിയ കാര്യം നിങ്ങൾ കുറച്ച് പേരൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ കുറച്ച് ചെടികളൊക്കെ വെജിറ്റബിൾ ചെടികളൊക്കെ ഞാൻ കിളുത്ത് വന്നിട്ടുണ്ട്. എങ്കിലും അവരൊന്ന് പുഷ്ടിപ്പെട്ട് പെട്ടെന്ന് അങ്ങ് വളർന്നു വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ കിച്ചണിലോട്ട് പ്രവേശിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഉണ്ടല്ലോ, സൺഡേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് നല്ല ആവേശമാണ്. കാരണം സാറിനെ അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്കല്ല നിൽക്കാറ്. ഇനിയിപ്പോൾ ബിബിനും സൺഡേയും സാറ്റർഡേയൊക്കെ ബിബിനും കൂടെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ചൊറിഞ്ഞും ചിരിച്ചും ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ബിബിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബിബിൻ വേണ്ട ബ്രെഡും ഓംലെറ്റും കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. ഞാനപ്പം ചിക്കനാണ് കേട്ടോ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ബിബിൻ എൻ്റെ ഇടയ്ക്ക് ഷാൻജിയോടെ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തോ ഒരു ബ്രെഡ് ഓംലെറ്റ് എന്തോ ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് അത് ഉണ്ടാക്കി കഴിക്കുകയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞാശൻ എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ. ഇനിയൊരു 10-12 ദിവസം കൂടെ കഴിയുമ്പോൾ കൊച്ചുവിൻ്റെ സ്കൂൾ അടയ്ക്കും കേട്ടോ. കൊച്ചു കിൻഡർ ഗാർഡൻ കഴിയും. ഇനി അടുത്ത ഫസ്റ്റ് ഗ്രേഡിലോട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും പതുക്കെ ഓരോന്നൊക്കെ പഠിപ്പിച്ച് തുടങ്ങാം. കിൻഡർ ഗാർഡനിൽ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ABCDയും പിന്നെ ചെറിയ സെൻറ്റൻസ് ഫോർമേഷനും കുഞ്ഞു മാത്സും ഒക്കെയാണ് പുള്ളി പഠിച്ചുകൊണ്ടിരുന്നത്. അതും ഞാനങ്ങനെ പഠിപ്പിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. സാറിൻ്റെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറേ വെട്ടി ഒട്ടിക്കുന്ന കടലാസും പിന്നെ എന്തെങ്കിലും ഡ്രോയിങ്ങൊക്കെ ആയിട്ടായിരുന്നു വരാറ്. എന്തായാലും ഇപ്പം നാട്ടിലെ എനിക്കറിയാം 1ാം ക്ലാസ്സും കിൻഡർ ഗാർഡനൊക്കെ ആകുമ്പോഴത്തേനും പിള്ളേർ കുറേയൊക്കെ പഠിച്ച് കാണുമല്ലോ. അപ്പോൾ അവനെ ഞാൻ ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കാൻ നോക്കുകയാണ്. അതിനുശേഷം കുച്ചും ബിബിനും കൂടെ ഇവിടെ സോക്കർ കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും പുറത്ത് വന്നിരുന്ന് ഇവർ സോക്കർ കളിക്കുന്നത് കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യാവോ ഫുട്ബോള് സോക്കർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക്? ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഈ സ്ഥലത്തിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയ മരമുണ്ട്. അവിടെ ഒരു കിളിക്കൂടുണ്ട്. ഐ വിൽ ഷോ യു ദാറ്റ്. അയ്യോ, സോ ക്യൂട്ട്. ഇവർ പോവല്ലേ, ഞങ്ങൾ ഇനി ശല്യം ചെയ്യാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾ കിളിക്കൂട് കണ്ടോ? ബൈ ബൈ, ഹാവ് എ ഗുഡ് ടൈം. ഇനി ഞാൻ ശല്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബൈ ബൈ. വാട്ട് കുച്ചു? റിപ്റ്റ് എവിടെ? റിപ്റ്റ് എവിടെ? അയ്യോ, അതെന്ത് പറ്റിയത്? കുറച്ച് എവിടെ തട്ടിയെന്ന് തോന്നുന്നു. ആ സോക്കർ ബോൾ പുറത്തിടും. കീപ്പ് ചെയ്യാം. അപ്പം നമുക്കിനി ബാക്കി ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ചിക്കൻ ഞാൻ ഇവിടെ ചിക്കൻ അരപ്പ് പുരട്ടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മോര് കാച്ചിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്.
പിന്നെ ചിക്കൻ ഇഷ്ടേ. പിന്നെ ഞാൻ ഈ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കും. ഓക്കെ, അപ്പം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് വീടിനകത്ത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കുച്ചുവിന് ഞാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് ടേക്ക് കെയർ ചെയ്യുന്നൊക്കെ കുച്ചുവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് കുച്ചു ഇപ്പോൾ. All the small plants are kuchus. Kuchus? There were 10 now. Now there are 10. 10 leaves ഉണ്ടല്ലേ. വെജിറ്റബിൾ ഗാർഡനിൽ മുളക് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ മുളകിൻ്റെ വിത്തൊക്കെ മേടിച്ച് ഞാൻ കുറേ വിതച്ച്, പക്ഷേ ഒരു തൈ പോലും ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് സങ്കടമായിട്ട് അവസാനം ഞാൻ എൻ്റെ അടുക്കളയിൽ കുറച്ച് ഉണക്ക മുളകിൻ്റെ വിത്തെടുത്ത് വെറുതെ ഇങ്ങനെ പാകി നോക്കുവാണ്. എന്തെങ്കിലും കിളുക്കുമോയെന്ന് അറിയത്തില്ല. ഞാനൊരു സ്റ്റോൺ കണ്ടുപിടിച്ചു. And I'm going to bury it. ഇനിയിപ്പം ഞാനും കൊച്ചും കൂടെ ലഞ്ച് കഴിക്കുവാണ് കേട്ടോ. ബിബിൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 11:30 ആയപ്പം ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചു. കാരണം ബിബിന് ഒട്ടും വിശക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൊച്ചുവിന് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കുവാണ്. ഇട്ട് നോക്ക്. ഓപ്പൺ ചെയ്തോട്ടെ. And the police is getting ready. Buttons ഇട്ട് കൊച്ചി. ഒന്ന് ബട്ടൺസ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് ആമസോൺ ഡെലിവറി വന്നത് കൊച്ചുവിൻ്റെ ഈ പുലിക്കളിയുടെ ഐറ്റം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച കൊച്ചുവിൻ്റെ സ്കൂളിൽ ലെറ്റർ പരേഡ് ഉണ്ട്. ലെറ്റർ പരേഡിൽ ഓരോ ലെറ്റർ കൊച്ചിന് കിട്ടിയിരിക്കുന്ന ലെറ്റർ ടി ആണ്. അപ്പോൾ ടി വെച്ചിട്ടുള്ള ആനിമലിൻ്റെ വേഷത്തിൽ സ്കൂളിൽ ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. ആ സമയത്ത് മാത്രം വെച്ചാൽ മതി. എല്ലാം ഇങ്ങനത്തെ ഈ ഡ്രസ്സ് ഇങ്ങനത്തെ വരത്തുള്ളൂ. ടെയിലുണ്ട്. മാച്ചാ. ഓക്കെ, ലെറ്റർ ഡേക്ക് ഇട്ടോണ്ട് പോവാം. തിരിഞ്ഞേ ഇട്ടോണ്ട് പോകണം. തൊപ്പി വെക്ക്, മൊത്തം വെക്ക്. ടൈഗർ ആവ്, മൊത്തം ടൈഗർ ആവും. പുറകോട്ട് നിന്നേ, കുറച്ച് പുറകോട്ട് നിന്നേ, കുറച്ച് ബാക്കിലോട്ട് നിന്നേ കൊച്ചു. This is പുലിക്കുച്ചു. ടൈഗറിന്റെ സൗണ്ട് കേൾപ്പിക്കാമെങ്കിൽ. ഫസ്റ്റ് ഗ്രേഡ് കൊച്ചു എപ്പോഴും നമ്മുടെ ബേബി അല്ലേ. കൊച്ചു ബ്ലിപ്പി ഡ്രസ്സാണ് ഈ പുലി ഡ്രസ്സാണ് ഇഷ്ടം. ബ്ലിപ്പി ഡ്രസ്സിനകത്ത് പുലി ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ബഹുത്ത് ഇഷ്ടമാണോ? ഇത് ഊരി വെക്ക്, സ്കൂളിൽ പോകുമ്പോൾ ഇടണ്ടേ. കൊച്ചുനോ അല്ല, എനിക്ക് ലാവൻ്റെ ഫാമ ഇഷ്ടം. കൊച്ചുനോ ഇനി 2 ഓപ്ഷനാണുള്ളത്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ ബിബിൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു ഫാമുണ്ട്, സ്ട്രോബെറിയും ഫാമേഴ്സ് മാർക്കറ്റ്. ഒരു ഫാമേഴ്സ് തന്നെ ഡയറക്റ്റായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന മാർക്കറ്റ്, ഫാമേഴ്സ് മാർക്കറ്റ്. അപ്പോൾ വേണമെങ്കിൽ അവിടെ പോകാമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വെറുതെ കിടന്നുറങ്ങി എന്തിനാണ് സമയം കളയുന്നത്? നമുക്ക് പോയിട്ട് ഫാമേഴ്സ് മാർക്കറ്റ് കണ്ടാലോ. അപ്പം ഞങ്ങൾ സ്ട്രോബെറി പിക്കിംഗ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്യും. അല്ല, സ്ട്രോബെറി പിക്കിംഗ് ചെയ്യാൻ പോവാണ്. ബിബിൻ അതിൻ്റെ ബോക്സ് മേടിക്കാനായിട്ട് പോയി. സോ വി ആർ സിറ്റിംഗ് ഹിയർ. ആർ യു എക്സൈറ്റഡ് ഫോർ സ്ട്രോബെറി പിക്കിംഗ്? എക്സൈറ്റഡ് ആണോ? 2 സൈഡിൽ സ്ട്രോബെറിയാ. നമുക്ക് അവസാനം സ്ട്രോബെറി പിക്കിംഗ് ചെയ്യാന്നുള്ള ആഗ്രഹം നടന്നില്ലേ? എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പിക്കിംഗ് കുച്ചു, ഇതിങ്ങനെ താഴെ നിലത്തിരുന്ന് പിക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? നോക്ക്, തപ്പിയെടുക്കുക സ്ട്രോബെറി. ഒരു ചേച്ചി കൊണ്ട് അപ്പ എടുത്തോട്ട് വാ, ഈ സൈഡ് വാ. കിട്ടിയ ഇത് ആപ്പിള് പോലെ എളുപ്പമുള്ള പരിപാടിയല്ല മോനെ, ചെറുതാ അല്ലേ? ഇത് അത് വിളഞ്ഞിട്ടില്ല, ഇതിന് വിളഞ്ഞിട്ടില്ല. ഇവിടുന്ന് കഴിക്കുക.
കുച്ചു എന്താ കിട്ടിയാ? ആ നിലത്തുനിന്നല്ല ഉരിയച്ചാ, ഇത് ചെടിയിൽ നിന്ന് എടുക്കണ്ട, നിലത്തുനിന്നല്ല. വാ, നിറച്ചുണ്ടോ? ചെടിയിൽ നിന്ന് എടുക്ക് കുച്ചു, നിലത്തുനിന്ന് എടുത്ത് പറക്കിയിടല്ലേ. ഓക്കെ, ചെടിയിൽ നിന്ന് എടുത്തോ. മാറ്റി കഴിയുമ്പോ കണ്ടോ? ഓ, എന്റെ അകത്ത് നിറച്ചുണ്ടല്ലേ. അപ്പൊ എനിക്കൊരെണ്ണം കഴിക്കാന്നോ? ടേസ്റ്റ് ഉണ്ടോ? നമുക്കൊരു സ്ട്രോബെറി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല തേൻ മധുരം, സോ ടേസ്റ്റി അല്ലേ? നമ്മള് കടയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും സൂപ്പർ ടേസ്റ്റാ. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് അല്ല. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത്ര പുളിയില്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര പുളിയൊക്കെ വരത്തില്ലേ? സോ ഗുഡ് ഗൈസ്, സോ ഗുഡ്. നല്ലതാണോ ഉച്ചോ? അത് കാണിച്ചേ. താഴെ പോയി കാണിച്ചേ സ്ട്രോബെറി പിക്ക് ചെയ്ത് എന്തോരം ഉണ്ടെന്ന്. ഓക്കെ, ഗുഡ് ജോബ്. അപ്പം നമ്മൾ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോസ്റ്റ്കോയിൽ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇന്ത്യൻ കടയിൽ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിഷ് മേടിക്കാനായിട്ട് ചൈനീസ് മാർക്കറ്റ് എന്താണ് ജെ മാർട്ടിൽ പോവും. അപ്പം ഇനി അത് കഴിഞ്ഞ് പിന്നെ കൊച്ചുവിന് 2 ടോയ്സ്. കൊച്ചിന് ടോയ്സ് ഉണ്ട്. കൊച്ചുവിന് 2 ടോയ്സ് വേണം, അത് മേടിക്കാൻ പോവും. അതാണ് ഇനി അടുത്ത പ്ലാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ കട, ബാലാജി എന്ന് പറയും. ബാലാജി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നമുക്ക് എല്ലാ സാധനവും കിട്ടും, നാട്ടിലെ എല്ലാ സാധനങ്ങളും, ഒട്ടുമിക്ക സാധനങ്ങളും. എന്തോ കിട്ടാത്തതായിട്ട് എന്താ ഉള്ള, ഉണക്കമീൻ കിട്ടത്തില്ല, ഉണക്ക ചെമ്മീൻ കിട്ടത്തില്ല, ബാക്കി ഫ്രോസൺ ഫിഷൊക്കെ കിട്ടും. പക്ഷേ ഇവിടുന്ന് ഞാനിപ്പം ഫ്രോസൺ ഫിഷും അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കാറില്ല. ഫ്രഷ് ഫിഷ് കിട്ടുന്ന, ഞാൻ പറഞ്ഞ പോലെ ജെ മാർട്ട് എന്ന് പറഞ്ഞ ചൈനക്കട ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസ് ഉണ്ടല്ലോ, ഇന്ത്യൻ പച്ചക്കറികളും, പിന്നെ നമ്മൾ കൊച്ചുവിൻ്റെ മെയിൻ ഐറ്റമാണ്, അതുകൊണ്ടാണ് അവൻ ഓടുന്നത്, ഈ റസ്ക്. എൻ്റെയും കൊച്ചിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് റസ്ക് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ റസ്ക്, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ ഈ കാണിച്ചത് സ്ട്രോബെറിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് പിക്ക് ചെയ്ത സ്ട്രോബെറി വളരെ കുഞ്ഞ് സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കടയിലൊക്കെ കിട്ടുന്ന സ്ട്രോബെറി ഹൈബ്രിഡ് എന്തോ വെറൈറ്റി ആണെന്നുള്ള കാര്യം ഞാനും വിവിനും കൂടെ പറയുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പിക്ക് ചെയ്ത സ്ട്രോബെറിയുടെ അത്രയും ടേസ്റ്റൊന്നും ഇല്ലല്ലോ. യെസ്, അപ്പം ഈ ചുണ്ടും വയറും എനിക്കും വിവിനും ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചിനും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ ചുണ്ടെടുക്കും, പിന്നെ പടവലങ്ങ എടുക്കും, പടവലങ്ങ തോരൻ വെക്കും, അങ്ങനെയുള്ള നമ്മുടെ സാധാരണ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണ്. ഞങ്ങളപ്പം മിക്കവാറും ഒന്നിലെ ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ഇങ്ങനെയാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് വരാറ്. എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 3 വർഷമായോ? 2 വർഷം 2 വർഷമായി ഇവിടോട്ട് വന്നിട്ട്. പക്ഷെ ഒരു മലയാളിയെ പോലും ഞാൻ ഇന്ത്യ കട കണ്ടിട്ടില്ല കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കറങ്ങി അടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടെ എടുത്തിട്ട് വരണമെന്ന് കേട്ടോ അപ്പ പറഞ്ഞു. ഓ, എന്നോടാണോ പറഞ്ഞു? പറഞ്ഞോ? എന്ത് സൺഡേ വ്ലോഗ് നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? രാവിലെ എപ്പോഴോ തുടങ്ങിയല്ലേ, എന്തൊക്കെയോ ചെയ്തു, കുറേ കാര്യം ഞാൻ വിചാരിച്ചാലും കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കുളിക്കും, ഫുഡ് കഴിക്കും, പ്രാർത്ഥിക്കും, ഉറങ്ങും, അത്രേ ഉള്ളൂ. ഇനി അതുകൂടെ കാണിക്കാൻ പോയാൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പം എൻ്റെ വ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ എല്ലാ സൺഡേസും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില സൺഡേസ് ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്, ചില സൺഡേസ് വീട്ടിൽ തന്നെ ആയിരിക്കും, ഒന്നും ചെയ്യാതെ ഞാൻ അവിടെ മടി പിടിച്ചിരിക്കും. എങ്കിലും മാക്സിമം സൺഡേസൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കും. എല്ലാ ദിവസവും നമുക്കെല്ലാം മൂഡെല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. എന്തായാലും ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ സീ യു ഓൾ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ടാറ്റ, ബൈ.